നിങ്ങൾക്കും ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹമുണ്ടോ? സാധാരണഗതിയിൽ ജോലിക്ക് പോകുന്ന ആളുകളിൽ 60% അതിൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടാതെ ഒരു ചെറുകിട ബിസിനസ് തുടങ്ങാനുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഇത്തരത്തിലുള്ള വീഡിയോകൾ കാണാറുള്ളത്. ഈ 60% ആളുകളിൽ വീഡിയോ കാണുന്നവരിൽ 10% അതിനെക്കുറിച്ച് പിന്നീട് ചിന്തിക്കാറുള്ളത്. അതിൽ നിന്ന് 1% ആണ് പിന്നെ അതിൽ എന്തെങ്കിലും ചെയ്യാറുള്ളത്. ഇവിടെ ആഗ്രഹം മാത്രം പോരാ എന്നാണ് പറയുന്നത്. ഇവിടെ 10,000 രൂപയ്ക്ക് തുടങ്ങാൻ പറ്റുന്ന ബിസിനസ് ആണ് പറയുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം. കാരണം മറ്റൊന്നുമല്ല, ഈ 10,000 രൂപയ്ക്ക് തുടങ്ങുന്ന ബിസിനസ് പോലും നിങ്ങളുടെ ഭാവിയെ മാറ്റിമറിക്കാം. അത്തരത്തിലുള്ള ബിസിനസ് ഐഡിയകളാണ് നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചുള്ള ഐഡിയകളാണ് നമ്മൾ പറയാറുള്ളത്. ഇന്നും അതുതന്നെയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ലൈക്ക് ചെയ്യാതെ പോകരുത്. ലൈക്ക് എന്നും ഞങ്ങൾക്കൊരു പ്രചോദനമാണ്. കൂടാതെ ഒന്ന് ഷെയർ ചെയ്തേക്കുക. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങൾക്ക് 10,000 രൂപയിൽ തുടങ്ങണം എന്നാണ് നിങ്ങൾ പറയുന്നത് എങ്കിൽ മുമ്പോട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക. ഞാൻ പറയുന്നത് നിങ്ങൾ 1000 രൂപയിൽ തുടങ്ങിയാൽ മതി. 1000 രൂപയിൽ തുടങ്ങി നിങ്ങളുടെ ബിസിനസ് വിജയിപ്പിക്കാൻ പറ്റും. നമുക്ക് 2 രീതിയിൽ ബിസിനസ് ചെയ്യാൻ പറ്റും. ഒന്ന്, മിനിമൽ ഇൻവെസ്റ്റ്മെന്റ് വെച്ചുകൊണ്ട്, അതായത് നമ്മളുടെ പോക്കറ്റ് കീറാതെയുള്ള പരിപാടി. 2, നമ്മളുടെ പോക്കറ്റ് കീറുന്ന പരിപാടി. രണ്ടിലും വ്യത്യാസമുണ്ട്. ആദ്യത്തെ പരിപാടിയിൽ നമുക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല. 1000 രൂപ അല്ലെങ്കിൽ ഒരു 10,000 രൂപ വരെയാണെങ്കിലും നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. എന്നാൽ ആ 10,000 രൂപ 10 ലക്ഷം രൂപ ആയിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ എല്ലാവർക്കും പിടിച്ചു നിൽക്കാൻ പറ്റി എന്ന് വരില്ല. അതുകൊണ്ടാണ് മിനിമം ഇൻവെസ്റ്റ്മെന്റിൽ തുടങ്ങി മാർക്കറ്റ് കൃത്യമായിട്ട് സ്റ്റഡി ചെയ്ത് കൃത്യമായിട്ടുള്ള റിസർച്ച് നടത്തി നമ്മൾ എടുക്കുന്ന പ്രോഡക്റ്റ് വിജയിക്കുമോ എന്നുള്ളത് കണ്ടതിന് ശേഷം മാർക്കറ്റിൽ നല്ലതുപോലെ ഇറങ്ങുക. അതായത് പിന്നെ നനഞ്ഞിറങ്ങുകയാണ്, കുളിച്ചു കയറിയേ പറ്റൂ. അപ്പോൾ ആ രീതിയാണ് നമ്മൾ അനുവർത്തിക്കേണ്ടത്. ഇവിടെ എന്താണ് ചെയ്യേണ്ടത് എന്ന് പറയാം. നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ മാനുഫാക്ചറിങ്ങിലേക്ക് പോകാതിരിക്കുക. മാനുഫാക്ചറിങ് ചെയ്യേണ്ടി വരുമ്പോൾ നിങ്ങൾക്ക് മെഷീനറീസ് ആവശ്യമായിട്ട് വരും. മെഷീനറീസ് വരുമ്പോൾ കോസ്റ്റ് കൂടും. പിന്നെ അത് ഇറക്റ്റ് ചെയ്യാൻ സ്ഥലം വേണ്ടി വരും, ഇൻഫ്രാസ്ട്രക്ചേഴ്സ് വേണ്ടി വരും. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നതിൽ അപ്പുറമായിരിക്കും നമ്മളുടെ എമൗണ്ട് ചെലവായിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ നമ്മൾ ഏത് പ്രോഡക്റ്റ് ആണോ, എക്സാമ്പിൾ ഞാൻ ഒരു കാര്യം പറയാം, ഒരു കുട, ഒരു എക്സാമ്പിളാണ്. ഒരു കുട നമ്മൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്നു എങ്കിൽ നമ്മൾ നേരിട്ട് കുട മാനുഫാക്ചറിങ്ങിലേക്ക് പോകാതിരിക്കുക. ഇവിടെ ഒരുപാട് കുടകളുണ്ട്, പോപ്പിയുണ്ട്, അങ്ങനെ ഒരുപാട് കുടകളുണ്ട്. ആദ്യം മാർക്കറ്റിൽ നിന്ന് സ്റ്റഡി ചെയ്യണ്ടേ? അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ എന്തെങ്കിലും സ്പെഷ്യലൈസ് ചെയ്ത ഇല്ലെങ്കിൽ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കുടയാണ് എടുക്കുന്നത്. ആ കുട വെച്ചുകൊണ്ട് നമ്മൾ ആളുകളെ മാർക്കറ്റ് ചെയ്യണം. ആളുകളിലേക്ക് ആ കുട എത്തിക്കണം. അവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കണം. ഇവിടെ കസ്റ്റമർ നമ്മളുടെ കയ്യിൽ നിന്ന് അത് പർച്ചേസ് ചെയ്യുമ്പോൾ മാത്രമാണ് ബിസിനസ് ആയിട്ട് മാറുന്നത്. ഇല്ലെങ്കിൽ നമ്മൾക്ക് 1000 കുട, 10,000 കുട, 1 ലക്ഷം കുട ഉണ്ടാക്കി നമ്മളുടെ ഫാക്ടറിയിൽ സൂക്ഷിക്കാം. എന്തെങ്കിലും ഗുണമുണ്ടോ? നമ്മളുടെ കയ്യിലിരിക്കുന്ന കാശ് കൊടുത്ത് കടിക്കുന്ന പട്ടിയെ വാങ്ങുന്നത് പോലെ ആയിപ്പോകും. പകരം നമ്മൾ ഈ ഒരു കുട വെച്ചുകൊണ്ട് ആളുകളിലേക്ക് എത്തുക. അവർക്കത് താല്പര്യമുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എവിടെ നിന്നാണ് കുട വാങ്ങിക്കേണ്ടതെന്ന്. അപ്പോൾ അവർക്കത് താല്പര്യമുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു ടൈം പീരീഡ് ഉണ്ടല്ലോ, ആ ടൈം പീരീഡിനുള്ളിൽ അവർക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. കുടക്കച്ചവടക്കാരനോട് അല്ലെങ്കിൽ കുടയുടെ ഹോൾസെയിലർ ഇല്ലെങ്കിൽ മാനുഫാക്ചററോട് നമ്മൾ ആദ്യത്തെ കുട വാങ്ങിക്കുമ്പോൾ ഒരു പക്ഷേ റീറ്റെയിൽ റേറ്റ് കൊടുക്കേണ്ടി വരും. അതായത് 1000 രൂപയാണെങ്കിൽ 1000 കൊടുക്കേണ്ടി വരും. അവർ സാമ്പിൾ ഒന്നും തന്നെന്ന് വരില്ല. എന്നാൽ നെക്സ്റ്റ് ടൈമിൽ നമ്മൾ ബൾക്കായിട്ട് എടുക്കാൻ ചെല്ലുമ്പോൾ ഈ 1000ന്റെ കൂടെ 500-നോ 400-നോ 300-നോ ഒക്കെ കിട്ടും. അവിടെയാണ് നമ്മളുടെ ബിസിനസ് വളരുന്നത്. നമ്മൾ ഈ ഒരൊറ്റ കുട വെച്ചുകൊണ്ട് ആണ് നമ്മളുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ ഏത് പ്രോഡക്റ്റ് ആണെങ്കിലും അതേ രീതിയിൽ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കൂ. അപ്പോൾ 10,000 രൂപയ്ക്കുള്ളിൽ നമുക്ക് ഒരുപാട് പ്രോഡക്റ്റുകൾ വാങ്ങിക്കാൻ പറ്റുമെങ്കിലും നമ്മൾ അതൊന്നും വാങ്ങിക്കുന്നില്ല. പകരം നമ്മൾ ഒറ്റ പീസ് വാങ്ങിച്ചു വെച്ചുകൊണ്ട് നമ്മൾ മാർക്കറ്റ് ചെയ്യുകയാണ്. ഇനി മാർക്കറ്റ് എങ്ങനെ ചെയ്യും എന്ന് കൂടെ പറയാം. നമുക്ക് ഇപ്പോൾ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, വാട്സപ്പ് പോലെയുള്ള എല്ലാ സോഷ്യൽ മീഡിയവും നമ്മളുടെ കൈപ്പിടിയിലാണ്. നമുക്ക് അവരെ വെച്ചുകൊണ്ട് മാർക്കറ്റ് ചെയ്യാം. നമുക്കിപ്പോൾ ഫേസ്ബുക്കിൽ 5000 ഫ്രണ്ട്സ് ഉണ്ട്. 5000 ആണ് അതിൻ്റെ ലിമിറ്റ്. ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ആ 5000 പേരിലേക്ക് നമ്മളുടെ കൂടെ എത്തിക്കാം. ഈ 5000 പേരിലേക്ക് എത്തിയാൽ, അത്രയും എത്തിയാൽ നമുക്കൊരു 50 പേരെങ്കിലും അതിൽ നിന്ന് ഒരു റിയാക്ഷൻ തരും, ഒരു കമന്റ് തരും, ഒരു ലൈക്ക് തരും. ഈ 50 പേരിൽ നമ്മളുടെ ഒരു കസ്റ്റമർ ഒളിഞ്ഞിരിപ്പുണ്ട്. അവർ വാങ്ങിക്കും. അവർ വാങ്ങിക്കട്ടെ. വാങ്ങിച്ചാൽ മാത്രമേ അതൊരു ബിസിനസ് ആകുന്നുള്ളൂ. വാങ്ങിച്ചതിന് ശേഷമേ നമ്മൾ ഒരു എന്റർപ്രണർ ആകുന്നുമുള്ളൂ. അതുവരെ നമ്മൾ ജസ്റ്റ് ട്രൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അവർ വാങ്ങിച്ചു,
അവരോട് റിവ്യൂസ് എടുക്കാൻ നമുക്ക് നല്ലതാണോ ചീത്തയാണോ അവരുടെ ടെസ്റ്റിമോണിയൽ നമുക്ക് എടുക്കാം. അത് നമ്മളുടെ സൈറ്റിലൂടെ, നമ്മളുടെ ഫേസ്ബുക്കിലൂടെ, നമ്മുടെ വാട്സപ്പിലൂടെ, നമ്മുടെ ഇൻസ്റ്റയിലൂടെ നമുക്ക് പബ്ലിഷ് ചെയ്യാം. അതായത് ഒരാൾ വാങ്ങിച്ചു, നല്ല അഭിപ്രായമാണ് പറഞ്ഞത്, തീർച്ചയായിട്ടും അടുത്ത 3 പേര് വാങ്ങിക്കാൻ വില്ലിംഗ് ആയിട്ട് വരും. ഈ രീതിയിൽ നമുക്ക് ചെറുകിട കച്ചവടം തുടങ്ങുന്നതായിരിക്കും എപ്പോഴും നല്ലത്. കാരണം കൈ പൊള്ളാതെ ഇരിക്കുക, കീശ കീറാതെ ഇരിക്കുക എന്നുള്ളത് എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഒരു സാധാരണ ജോലിക്ക് പോകുന്ന ഒരു വ്യക്തിക്ക്, അവന് 10,000-ഓ 20,000-ഓ 30,000-ഓ ശമ്പളം കിട്ടുന്ന ഒരു വ്യക്തിക്ക് അവൻ്റെ വീട് പുലർത്തിയതിനു ശേഷം അതിൽ നിന്നൊരു പങ്കെടുത്ത് വേണം ഈ ബിസിനസ് എന്ന ഐഡിയ പ്രാവർത്തികമാക്കാൻ, ഇല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും. അപ്പോൾ ഒരു തട്ടുകേട് പറ്റിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് മാറിപ്പോകും. അതുകൊണ്ട് തട്ടുകേട് പറ്റാതെ ഈ രീതി ട്രൈ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. നിങ്ങളുടെ സംശയങ്ങൾ എന്താണെങ്കിലും താഴെ കമന്റ് ബോക്സിൽ ചോദിക്കാം, മറുപടി കൃത്യമായിട്ട് ലഭിച്ചിരിക്കും. ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.